സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് ഒരു ECGയും പറഞ്ഞ ആ വഴിക്കങ്ങ് പോയത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത്ര ഗ്യാപ്പ് വരുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കണ്ടത് ECG ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ഒരുവിധം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞാൽ ECG കിട്ടണമെങ്കിൽ കാർഡിയാക് സൈക്കിളിനെ കുറിച്ച് ഒരു ഇതും കൂടി വേണം. ഇപ്പോൾ കാർഡിയാക് സൈക്കിൾ ഞാൻ വരുന്ന ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ടത് ഹാർട്ടിലെ ബ്ലഡിൻ്റെ പാത്വേ ആണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ ചാമ്പർ വഴി എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എവിടേക്കൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവണം. അതായത് ബേസിക് ഐഡിയാസ് കിട്ടണം, ഏതൊക്കെയാണ് ഹാർട്ടിൻ്റെ ചാമ്പേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ ആർട്ടറീസ് ഏതാണ്, വെയിൻസ് ഏതാണ്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പം എങ്കിൽ മാത്രമാണ് കാർഡിയാക് സൈക്കിൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. പിന്നെ അതിനുശേഷം ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം മനസ്സിലാക്കണം. ഹാർട്ടിൽ നമുക്കറിയാം ഇമ്പൾസ് കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കുറേ ഫൈബേഴ്സ്, അതായത് സ്പെഷ്യലൈസ്ഡ് മയോകാർഡിയൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. അപ്പം അതെന്താന്നുള്ളതും മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് കാർഡിയാക് സൈക്കിൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഹാർട്ടിന്റെ ഇപ്പോൾ ഞാൻ ഇതിൽ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് എടുക്കും. അത് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സിൽ ഞാൻ എന്താ പറയുക, കണ്ടക്ഷൻ സിസ്റ്റം പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നമുക്ക് കാർഡിയാക് സൈക്കിൾ നോക്കാം. കാർഡിയാക് സൈക്കിൾ നോക്കുന്ന സമയത്ത് നമുക്കത് ഒന്നും കൂടി ECG ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും എന്താണ് ECGയും ആ ഒരു കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത്, ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നോക്കിയേ, ഇന്നത്തെ ടോപ്പിക് എന്താണ്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഡബിൾ സർക്കുലേഷൻ ആണ്. അപ്പം എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഹാർട്ടിന്റെ സർക്കുലേഷനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്? അതായത് ഹാർട്ട് നമ്മുടെ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്, ഇങ്ങനെയാണ് എടുക്കുക. അത് റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണത്. ഓക്കെ. അപ്പോൾ ഈ ഹാർട്ടിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്, അതായത് ഹാർട്ടിലെ സർക്കുലേഷനെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്നാണ് വിളിക്കുക. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പമ്പ് ചെയ്യുന്നത്, റൈറ്റ് വെൻട്രിക്കിൾ ആയാലും ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയാലും പമ്പ് ചെയ്യുന്നത് രണ്ട് സിസ്റ്റത്തിലോട്ടാണ് പമ്പ് ചെയ്യുന്നത്. അതായത് റൈറ്റ് വെൻട്രിക്കിളുടെ കേസിലാണെങ്കിൽ അവിടേക്ക് വരുന്നത്, റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡ് ആണ്. ആ ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡിനെ എന്ത് ചെയ്യണം, ഓക്സിജനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്സിലേക്ക് അയക്കും റൈറ്റ് വെൻട്രിക്കിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കും. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, അവിടേക്ക് എത്തുന്നത് നമ്മുടെ ബോഡി, അതായത് ലങ്സിൽ നിന്നും വരുന്ന ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ് എവിടേക്ക് വരുന്നത്, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നത്. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ അതെന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക്, ബോഡി ടിഷ്യൂസിലേക്ക് എന്ത് ചെയ്യും, അത് ഓക്സിജൻ റിച്ച് ബ്ലഡ് സെൻഡ് ചെയ്യുകയും ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഹാർട്ടിലെ സർക്കുലേഷന് ഡബിൾ സർക്കുലേഷൻ. ഹാർട്ട് സർക്കുലേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും വരുന്നുണ്ട്, പൾമണറി സർക്കുലേഷനും വരുന്നുണ്ട്. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യുക, ഓക്സിജനേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് അയക്കുക. അതിനെയാണ് പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയുടെ ബാക്കി ടിഷ്യൂസിലേക്ക് പെർഫ്യൂഷന് വേണ്ടിയിട്ട് അയക്കുന്നതിനെ പറയുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻസ് ആണ് എന്ത് നമ്മുടെ ഹാർട്ടിൽ നടക്കുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചാമ്പേഴ്സ് രണ്ട് ഇതിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ടിലെ സർക്കുലേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നല്ല രീതിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹാർട്ടിലെ ഓരോ ചാമ്പേഴ്സ് എങ്ങനെയാണ്, വന്നു കയറുന്ന വെസൽസ് എന്താണ്, ഇറങ്ങിപ്പോകുന്ന വെസൽസ് ഏതാണ്, ഏതൊക്കെ ആർട്ടറീസും വെയിൻസും ആണ് വരുന്നത്, അതൊക്കെ മെയിൻ ആർട്ടറീസും വെയിൻസും ഏതൊക്കെയാണെന്നുള്ളതും വാൽവുകൾ ഏതാന്നുള്ളതും നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹാർട്ടിന്റെ ഒരു ചിത്രം കാണാം അല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഒരു PPT ഉണ്ട്, ആ PPTയിൽ നമുക്ക് ഹാർട്ടിന്റെ ഒരു ചെറിയ പിക്ചർ ഉണ്ട്, ആ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. നമ്മളിവിടെ കാണുന്നത് എന്താണ്, ഹാർട്ടിന്റെ പാർട്ടുകളാണ്. അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാം ഫിഗറിലോട്ട്. അപ്പൊ എന്തൊക്കെയാ കാണുന്നത്, കണ്ടോ, രണ്ട് മേജർ വെയിനുകൾ വരുന്നത് കണ്ടോ. രണ്ട് മേജർ വെയിനുകൾ ഏതൊക്കെയാണ്, ഒന്നാണ് സുപ്പീരിയർ വീന കാവ, അതുപോലെ തന്നെ പിന്നെ ഏതാ വരുന്നത്,
ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്ന രണ്ട് മേജർ വെയിൻസ് കണ്ടോ? ഓക്കെ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഹാർട്ടിന്, അതായത് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും നമ്മൾ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള, ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവന്നിട്ട് എവിടേക്ക് കൊടുക്കുന്നത്? റൈറ്റ് ആട്രിയത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സുപ്പീരിയർ വീനക്കാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നും, ഇൻഫീരിയർ വീനക്കാവ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും? നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് ആട്രിയത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കൊടുക്കും. റൈറ്റ് ആട്രിയം നോക്കുക. റൈറ്റ് ആട്രിയത്തിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? അവിടെ ഒരു ഫ്ലാപ്പ് പോലെ ഇത് കണ്ടോ? അതായത് താഴോട്ട് നോക്കുക. റൈറ്റ് ആട്രിയത്തിന്റെ അവിടെ ഒരു ചെറിയ സിക്കിൾ ഷേപ്ഡ് ഫ്ലാപ്പ് പോലെ ഇത് കാണാൻ പറ്റും, ഒരു ഗേറ്റ് പോലെ കാണാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ ട്രൈക്കാസ്പിഡ് വാൽവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. എന്താ വിളിക്കുക? ട്രൈക്കാസ്പിഡ് വാൽവ് എന്നാണ് വിളിക്കുക. അപ്പൊ ആ വാൽവ് വഴി എങ്ങോട്ടാ പിന്നെ പോകുന്നത്? ആ വാൽവ് വഴി നേരെ എങ്ങോട്ട് പോകുന്നു? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. അത് ബ്ലൂ കളറിലുള്ള ഏരിയ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നമ്മുടെ റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിളും. അപ്പൊ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നു? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അവിടെ നോക്കൂ, ഒരു ആർട്ടറിയിലോട്ട്, ബ്ലൂ കളേർഡ് ആർട്ടറി. എന്തുകൊണ്ട് അതിന് ബ്ലൂ കളർ? ഒരു ആർട്ടറിക്ക് എങ്ങനെയാണ് ബ്ലൂ കളർ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ദ ഓൺലി ആർട്ടറി ഇൻ ദ ബോഡി ദാറ്റ് ക്യാരീസ് ദ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മുടെ ബോഡിയിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഏക ആർട്ടറിയാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടറി. ഇറ്റ് ഈസ് ദ പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അവിടെ ഒരു വാൽവ് കണ്ടോ? ഇതുപോലെ തന്നെ സിക്കിൾ ഷേപ്ഡ് പോലെ ഒരു ചെറിയ ഗേറ്റ് പോലൊരു സാധനം കണ്ടോ? അതാണ് നമ്മുടെ സെമിലൂണ വാൽവ്സ്. സെമിലൂണ വാൽവ്സിനെ തന്നെ പൾമണറി വാൽവ് ആണിത്. സെമിലൂണ വാൽവ്സ് രണ്ട് തരത്തിലുണ്ട്. അയോർട്ടിക് വാൽവും ഉണ്ട്, പൾമണറി വാൽവും ഉണ്ട്. അപ്പൊ അതിലെ പൾമണറി വാൽവ് ആണ്. അപ്പൊ പൾമണറി വാൽവ് ഓപ്പൺ ചെയ്ത് അത് എവിടേക്ക് പോകും? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് പോകും? ലങ്സിലോട്ട് പോകും. അതാ കാണിച്ചിരിക്കുന്നത് പൾമണറി ആർട്ടറി. അതാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ആർട്ടറി. എന്താണത്? ഇറ്റ്സ് ദ ഓൺലി ആർട്ടറി ഇൻ ദ ബോഡി ദാറ്റ് ക്യാരീസ് ദി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. അങ്ങനെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്തു? ലങ്സിലെത്തി എന്ത് ചെയ്യും? അവിടെ പെർഫ്യൂഷൻ നടക്കും. അതായത് പെർഫ്യൂഷൻ അല്ല, ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കും. ഓക്സിജൻ എക്സ്ചേഞ്ച് നടന്ന് അതായത് ബ്ലഡിൽ എന്താണ്? ഓക്സിജൻ കണ്ടന്റ് കൂടും. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഇനി എന്ത് ചെയ്യാ? അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ചേമ്പേഴ്സ് നോക്കുക. അപ്പൊ എന്താ കാണിച്ചിരിക്കുന്നത്? റെഡ് കളറിൽ ഒരു രണ്ട് വെയിൻസ്, റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന രണ്ട് വെയിൻസ്. നമ്മൾ എപ്പോഴെങ്കിലും വെയിൻസ് റെഡ് കളറിൽ മാർക്ക് ചെയ്യാറുണ്ടോ? ഇല്ല, എപ്പോഴും ബ്ലൂ കളറിലാണ്. അപ്പൊ റെഡ് കളറിൽ എന്തുകൊണ്ടാണ് വെയിൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? പൾമണറി വെയിൻ ആണ്. ദ ഓൺലി വെയിൻ ഇൻ ദ ബോഡി ദാറ്റ് ക്യാരീസ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബോഡിയിലെ ഏക വെയിൻ ആണെന്ത്? പൾമണറി വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഈ ഓക്സിജൻ, അതായത് ഓക്സിജൻ എക്സ്ചേഞ്ച് നടന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ എവിടുന്ന് കൊണ്ടുവരുന്നു? നമ്മുടെ ലങ്സിൽ നിന്നും ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കുന്നു. കണ്ടോ? ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഇതുപോലെ തന്നെ ചെറിയൊരു ഇത് കണ്ടോ? ഡോർവേ പോലെ കണ്ടോ? ഓക്കെ, ആ ഡോർവേ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ചെറിയ രണ്ട് ഫ്ലാപ്പ് പോലത്തെ ഇത്. ബൈക്കസ്പിഡ് വാൽവ് വഴി അത് എങ്ങോട്ട് പോകും? അത് നേരെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പിന്നെന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതുപോലെ തന്നെ റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു വലിയ ആർട്ടറി കാണാൻ സാധിക്കും. ഇറ്റ്സ് എ മേജർ ആർട്ടറി. അതിന്റെ അവിടെ അതിന്റെ എൻട്രി പോയിന്റ് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലാപ്പ് കാണാൻ സാധിക്കും. ആ ഫ്ലാപ്പാണ് നമ്മുടെ സെമിലൂണ വാൽവ് തന്നെ. സെമിലൂണ വാൽവിലെ അയോട്ടിക് വാൽവ് ഓപ്പൺ ആയിട്ട് അത് എങ്ങോട്ടാ കിടക്കുന്നത്? അയോട്ട. നമ്മുടെ ശരീരത്തിലെ മേജർ ആർട്ടറി ആണെന്ത്? അയോർട്ട എന്ന് പറയുന്നത്. അയോർട്ടയിലേക്ക് എന്ത് ചെയ്യുന്നു? കടക്കുന്നു. അയോർട്ടയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓക്സിജൻ റിച്ച് ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക്, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് ദ ഹാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നോക്കാം. അപ്പൊ നോക്കാം ഒന്നുകൂടി. സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ, റൈറ്റ് ആട്രിയം നോക്കുക, ട്രൈക്കസ്പിഡ് വാൽവ് നോക്കുക, റൈറ്റ് വെൻട്രിക്കിൾ നോക്കുക, പിന്നെന്താണ്? പൾമണറി ആർട്ടറി നോക്കുക, ബ്ലൂ കളേർഡ് ആർട്ടറി, പൾമണറി ആർട്ടറി നോക്കുക. അപ്പൊ അതിന്റെ വാൽവ് നോക്കുക, പൾമണറി വാൽവ് അല്ലെങ്കിൽ സെമിലൂണ വാൽവ് തന്നെ പൾമണറി വാൽവ് നോക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആട്രിയം നോക്കുക. അത് കഴിഞ്ഞ് അവിടെ വരുന്ന ബൈക്കസ്പിഡ് വാൽവ് നോക്കുക. അത് കഴിഞ്ഞ് ലെഫ്റ്റ് വെൻട്രിക്കിൾ നോക്കുക. അവിടെ നിന്ന് നേരെ എവിടെയാണ്? അയോർട്ട നോക്കുക. അയോർട്ടയിൽ വരുന്ന വാൽവാണെന്ത്? അയോട്ടിക് വാൽവ്.
ഇതെല്ലാം നോക്കാം. അതുപോലെ തന്നെ പൾമണറി വെയിൻസ്, നമ്മുടെ റെഡ് കളേർഡ് വെയിൻസ് ആയിട്ട് പൾമണറി വെയിൻസും നോക്കാം. അപ്പൊ ഇതാണ് ബേസിക് പാർട്സ്, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഹാർട്ടിന്റെ പാർട്സ് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി നമുക്ക് എന്താണ് ഡബിൾ സർക്കുലേഷൻ എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹാർട്ടിന്റെ പാർട്സ് പറഞ്ഞ സമയത്ത് ഞാൻ ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇത് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് പോലൊന്നും വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാക്കി വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രം കണ്ടപ്പോൾ ഏതാണ്ട് നല്ല ഐഡിയ കിട്ടിയില്ല. അതുപോലെയാണ് സാധനം, ഇതുപോലെയല്ല, ഇതെന്റെ തട്ടിക്കൂട്ട് ഡയഗ്രാം ആണ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. റൈറ്റ് പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, പൾമണറി സർക്കുലേഷനിലേക്ക് പോകുന്നത്. ലെഫ്റ്റ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പൾമണറി സർക്കുലേഷനിൽ സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ പൾമണറി സർക്കുലേഷനിൽ ആദ്യം തന്നെ നമുക്കറിയാം ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, എന്താണ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള, ബോഡി പാർട്സിൽ നിന്നുള്ള ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ മേജർ വെയിനുകളായിട്ടുള്ള സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും എങ്ങോട്ടെത്തും, നമ്മുടെ റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തും. എവിടെ നിന്നാണ്, സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും. ഇൻഫീരിയർ വീനക്കാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡമൻ, അതുപോലെ തന്നെ ലെഗ്, അവിടെ അത്തരം ഏരിയാസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത്. എന്നാൽ സുപ്പീരിയർ വീനക്കാവ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, ഹെഡ് ആൻഡ് നെക്ക്, അതുപോലെ തന്നെ എന്താ പറയാ ഹാൻഡ്സിൽ നിന്നൊക്കെയാണ്, നമ്മുടെ കൈകളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് കൊണ്ടിടും, നമ്മുടെ റൈറ്റ് ആട്രിയത്തിലേക്ക് ഇടും. ഈ റൈറ്റ് ആട്രിയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആട്രിയം ഇങ്ങനെ വലുതായി 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 വരും. വലുതായി വരുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആട്രിയം അങ്ങ് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആര് ഓപ്പൺ ആവും, അവിടുത്തെ നമ്മുടെ വാൽവ്, ആരാണ് ആ വാൽവ്, ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പൊ ആ ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആയിട്ട് ഈ ബ്ലഡ് എങ്ങോട്ട് കിടക്കും, നേരെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കിടക്കും. അപ്പോ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെന്താണ്, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടന്നിട്ട് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഇങ്ങനെ ഫില്ലാവും. അത് കഴിഞ്ഞിട്ട് ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഇത് ഓൾറെഡി ഓപ്പൺ ആയിരിക്കും. അങ്ങനെ കാർഡിയാക് സൈക്കിൾ പറയുമ്പോൾ പറയാം റാപ്പിഡ് എന്താ പറയാ ഇജക്ഷൻ ഫേസ്, സ്ലോ ഇജക്ഷൻ ഫേസ് പറയും. അപ്പൊ ഇത് ഓൾറെഡി ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ സാധനം ഇങ്ങനെ എന്ത് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ ഇവിടേക്ക് നിറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് നേരെ എങ്ങോട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് അപ്പം പഠിക്കാം. അപ്പൊ ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. റൈറ്റ് ആട്രിയത്തിലേക്ക് കടന്നു, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് കാർഡിയാക് സൈക്കിൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെയാണ് ഫേസസ് എന്ന് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഇത്ര ഓർത്താൽ മതി. റൈറ്റ് ആട്രിയം എന്ത് ചെയ്യും, റൈറ്റ് ആട്രിയത്തിൽ ഇതൊന്ന് ബ്ലഡ് നിറഞ്ഞു വീർത്ത് വരുമ്പോൾ അയാൾ കൺട്രാക്ട് ചെയ്ത് ബ്ലഡ് എങ്ങോട്ട് പോകും, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് മൊത്തം എത്തിക്കഴിഞ്ഞാൽ ആര് ക്ലോസ് ആവും, നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവും. എന്തോരം ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവുന്ന, ഈ ബ്ലഡ് ഇവിടെ എത്തിയ ആൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ആവും. ഈ ബ്ലഡ് ഒക്കെ എവിടേക്ക് എത്തി, നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് എത്തി. റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ എന്താണ്, റൈറ്റ് വെൻട്രിക്കിളിലെ പ്രഷറും കൂടും. റൈറ്റ് വെൻട്രിക്കിളിലെ പ്രഷർ കൂടുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്, നേരെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും എങ്ങോട്ട് കയറിപ്പോകും, നമ്മുടെ പൾമണറി ആർട്ടറിയിലോട്ട്. പൾമണറി ആർട്ടറിയെ കുറിച്ച് നമ്മൾ എന്താണ് കഴിഞ്ഞ മറ്റേ ആ പിക്ചർ പഠിച്ചത്, ദ ഓൺലി ആർട്ടറി ഇൻ ദ ബോഡി ദാറ്റ് ക്യാരീസ് ദി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്സിജൻ ഡിപ്ലീറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ബോഡിയിലെ ഏക ആർട്ടറിയാണ് എന്ത്, പൾമണറി ആർട്ടറി. അപ്പൊ അവിടെ ഒരു വാൽവ് ഉണ്ട്, അതാണ് നമ്മുടെ സെമിലൂണ വാൽവ് അല്ലെങ്കിൽ പൾമണറി വാൽവ്. സെമിലൂണ വാൽവ് രണ്ടെണ്ണം ഉണ്ട്, അയോർട്ടിക് വാൽവും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പൾമണറി വാൽവ് ഉണ്ട്. അപ്പൊ പൾമണറി വാൽവ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ ബ്ലഡ് മൊത്തം എങ്ങോട്ട് പമ്പാവും, പൾമണറി ആർട്ടറിയിലോട്ട് പമ്പാവും. ഇനി പൾമണറി ആർട്ടറിയിൽ നിന്ന് എങ്ങോട്ട് പോകും, ലങ്സിലോട്ട്. എന്തിനു വേണ്ടിയിട്ട്, ഓക്സിജനേഷന് വേണ്ടിയിട്ട് ഈ ബ്ലഡ് പോവും. അപ്പൊ എങ്ങനെയുണ്ടാവുന്ന, സുപ്പീരിയർ വീനക്കാവ ഇൻഫീരിയർ വീനക്കാവ വഴി ബ്ലഡ് എന്ത് ചെയ്യുന്നു, നമ്മുടെ റൈറ്റ് ആട്രിയത്തിലോട്ട് എത്തുന്നു. റൈറ്റ് ആട്രിയത്തിൽ നിന്നും എന്താണ്, ട്രൈക്കസ്പിഡ് വാൽവ് വഴി എവിടേക്ക് പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി അതെങ്ങോട്ട് പോകുന്നു, നമ്മുടെ ലങ്സിലോട്ട് പോകുന്നു. അപ്പോൾ അതാണ് എന്ത്, പൾമണറി സർക്കുലേഷൻ. പൾമണറി പാർട്ട് ഓഫ് ദി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് വരുന്നത്. റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ ടു പൾമണറി ആർട്ടറി. ഇടയിൽ വരുന്ന വാൽവുകളാണ് എന്ത്, റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ കണക്ട് ചെയ്യുന്ന വാൽവാണ് ഏത്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന്. റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്.
റൈറ്റ് വെൻട്രിക്കിൾ ടു പൾമണറി ആർട്ടറിനെ കണക്ട് ചെയ്യുന്ന വാൽവാണ് എന്ത്, നമ്മുടെ പൾമണറി സെമിലൂണാർ വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ലങ്സിലേക്ക് എത്തി. ലങ്സിൽ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ എത്തിയ ബ്ലഡിന്റെ എന്ത് നടക്കും, ഓക്സിജനേഷൻ നടക്കും. അതായത് ഓക്സിജൻ എക്സ്ചേഞ്ച് വഴി പിന്നെ എന്ത് ചെയ്യും, ആ ബ്ലഡ് ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയിട്ട് ഇവിടുന്ന് പോയ ബ്ലഡ് എന്തായിട്ട് മാറും, ഓക്സിജൻ റിച്ച് ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്യും, അത് നേരെ പൾമണറി വെയിൻ വഴി നമ്മുടെ എവിടേക്ക് എത്തും, ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. എന്താണ്, ലങ്സിൽ നിന്നും ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി എവിടേക്ക് എത്തും, ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. പൾമണറി വെയിൻ നമ്മൾ പറഞ്ഞു റെഡ് കളറിലായിരുന്നു ആ ചിത്രത്തിൽ മാർക്ക് ചെയ്തിരുന്നേ. അപ്പോ ഏക വെയിൻ, ദാറ്റ് ഈസ് ദ എന്താണ്, ഓൺലി വെയിൻ ഇൻ ദ ബോഡി ദാറ്റ് ക്യാരീസ് ദി ഓക്സിജനേറ്റഡ് ബ്ലഡ്. എന്താ, ബോഡിയിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഏക വെയിൻ ആണ് എന്ത്, പൾമണറി വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ലങ്സിൽ നിന്നും പൾമണറി വെയിൻ വഴി എങ്ങോട്ട് എത്തും, ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. ലെഫ്റ്റ് ആട്രിയത്തിൽ വന്ന് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ആട്രിയം വീർത്ത് വീർത്ത് വരും. ലെഫ്റ്റ് ആട്രിയം ഈ ബ്ലഡ് മൊത്തം എങ്ങോട്ട് വിടും, ബൈക്കസ്പിഡ് വാൽവ് വഴി എങ്ങോട്ട് വിടും, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വിടും. എന്താ ഉണ്ടാവുന്നത്, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് പൾമണറി വെയിൻ വഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തും. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് മൊത്തം എന്ത് ചെയ്യും, ലെഫ്റ്റ് ആട്രിയം വീർത്ത് വീർത്ത് വന്നിട്ട് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വിടും. എങ്ങോട്ടാ വിടുക, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട്. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ബ്ലഡ് വെച്ച് നിറയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ഈ ബൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഫുള്ള് ഫിൽ ആയി കഴിഞ്ഞാൽ ബൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യും. എന്തുകൊണ്ടാണ്, ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈക്കസ്പിഡ് വാൽവിന് വേറൊരു പേരുണ്ട്, അതാണ് നമ്മുടെ മിട്രൽ വാൽവ് എന്നും വിളിക്കുന്നത്. എന്താണ്, ബൈക്കസ്പിഡ് വാൽവിന്റെ വേറൊരു പേരാണെന്ത്, മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ബൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യും ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡിന്റെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കസ്പിഡ് വാൽവ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. എന്നിട്ട് ബ്ലഡ് എങ്ങോട്ട് എത്തി, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് എത്തി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എന്താണ്, ഇതുപോലെ തന്നെ ബ്ലഡ് കൂടി വരുമ്പോ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും, നമ്മുടെ അയോർട്ടിക് വാൽവ് ഓപ്പൺ ചെയ്യും. അയോർട്ടിക് വാൽവ് അത് സെമിലൂണാർ വാൽവ് തന്നെയാണ്. അയോർട്ടിക് വാൽവ് ഓപ്പൺ ചെയ്ത് എവിടേക്ക് ബ്ലഡ് കയറും, അയോർട്ടയിലേക്ക്. അപ്പൊ ഓക്സിജൻ റിച്ച് ബ്ലഡ് അയോർട്ടയിലേക്ക് കയറും. അയോർട്ടയിൽ നിന്ന് എന്താണ്, നമ്മുടെ ബോഡി ടിഷ്യൂസിലേക്ക്, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് കയറും. അതാണ് എന്ത്, സിസ്റ്റമിക് പാർട്ട് ഓഫ് ദി ഡബിൾ സർക്കുലേഷൻ. അപ്പൊ എന്താ സിസ്റ്റമിക് പാർട്ട്, പൾമണറി വെയിൻ വഴി, അതായത് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് പൾമണറി വെയിൻ വഴി എങ്ങോട്ടെത്തും, ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് എത്തും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടിക് വാൽവ് അല്ലെങ്കിൽ സെമിലൂണാർ വാൽവ് വഴി എങ്ങോട്ടെത്തും, അയോർട്ടയിലേക്ക് എത്തും. അയോർട്ടയിൽ നിന്ന് എങ്ങോട്ട് പോകും, സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകും. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് പാർട്ട് ഓഫ് ദ ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, അപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിചാരിക്കുന്നു. അപ്പൊ നമുക്കിത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ നമുക്കൊരു ചിത്രം, ഒരു ചെറിയ വലിയ വീഡിയോ ഒന്നുമല്ല, മനസ്സിലാവുമോന്നും മനസ്സിലാവില്ല, ഒരു ചെറിയ ഗിഫ് വീഡിയോ പോലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു PPT-യിൽ. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോ നോക്കാം, അതാണ് നമ്മൾ പറഞ്ഞ ഗിഫ് വീഡിയോ. കണ്ടോ, ഇൻഫീരിയർ വീനക്കാവ വഴി ഒരു നീല ഡോട്ട് കയറി വരുന്ന കണ്ടോ, അതാണ് നമ്മുടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. അത് എവിടേക്ക് എത്തി, റൈറ്റ് ആട്രിയത്തിലോട്ട് എത്തി. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് അത് എങ്ങോട്ട് കടന്നു, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് കടന്നു. അവിടുന്ന് നേരെ പൾമണറി ആർട്ടറി. കണ്ടോ, പൾമണറി ആർട്ടറിയിലേക്ക് എന്ത് ചെയ്തു, ഓക്സിജനേഷന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി വെയിൻ വഴി എങ്ങോട്ട് കടന്നു, നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കടന്നു. അപ്പൊ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്നും അത് നേരെ ഓക്സിജനേറ്റഡ് ബ്ലഡ് മൂവ് ഇൻടു ലെഫ്റ്റ് ആട്രിയം. അവിടെ നിന്ന് നേരെ എങ്ങോട്ട് കടന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് കടന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ അയോർട്ടയിലേക്ക് എത്തി. അയോർട്ടയിൽ ഫൈനലി റെഡ് ബ്ലഡ് സെൽസ് മൂവ് ടു ദ അയോർട്ട ഫ്രം വിച്ച് ദേ ആർ പമ്പ് ടു ദ റെസ്റ്റ് ഓഫ് ദി ബോഡി. ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ലോങ് വീഡിയോസ് ഒന്നും കിട്ടിയില്ല, ആഡ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഗിഫ് വീഡിയോ. അപ്പൊ ഒന്നുകൂടെ നോക്ക്, കണ്ടോ, ഇൻഫീരിയർ വീനക്കാവ അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ വഴി റൈറ്റ് ആട്രിയത്തിലോട്ട് എന്നിട്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. അവിടെ നിന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു, റൈറ്റ് ഹാൻഡ് ഡോട്ട്സിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൾമണറി ആർട്ടറിയിൽ നിന്ന് ലങ്സിലോട്ട് പോകും. ലങ്സിൽ നിന്നും എന്താണ് പൾമണറി വെയിൻ വഴി ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് എത്തി, നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് എത്തും. ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പിന്നെ എന്ത് ചെയ്യുന്നു, ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിയ ശേഷം അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് മൂവ് ഇൻ ടു ദ ലെഫ്റ്റ് ആട്രിയം. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് മൂവ് ചെയ്യുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് നേരെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അയോർട്ടയിലേക്ക് മൂവ് ചെയ്തു. അയോർട്ടയിൽ നിന്നും ഫൈനലി റെഡ് ബ്ലഡ് സെൽസ് മൂവ് ഇൻ ടു ദ അയോർട്ട ഫ്രം വിച്ച് ദേ ആർ പമ്പ്ഡ് ഔട്ട് ടു ദ റെസ്റ്റ് ഓഫ് ദി ബോഡി. ഇതാണ്
വീഡിയോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതായിരുന്നു നമ്മുടെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിചാരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഞാൻ കണ്ടക്ഷൻ സിസ്റ്റം അതുപോലെ തന്നെ കാർഡിയാക് സൈക്കിളും കൂടി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഇത്ര ഗ്യാപ്പ് വന്നത്. അപ്പം അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ കണ്ടു നോക്കുക, വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോസിൽ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് എടുത്തു തരുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്നായി പഠിക്കുക, നന്നായി റെസ്റ്റ് എടുക്കാം. ഓക്കെ, ബൈ.